നിരന്തരമായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്താലും അല്ലെങ്കിൽ അവർ എത്രത്തോളം നമ്മൾ എൻകറേജ് ചെയ്താലും അവരൊരിക്കലും മോട്ടിവേറ്റ് ആവാറില്ല. അവരുടെ മുന്നിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നാൽ പോലും തന്നെ അവരൊന്നും ശ്രമിച്ചു നോക്കാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ല. നിരന്തരമായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ ബ്രെയിൻ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോയത് കൊണ്ടാണ് അവർക്ക് പിന്നീട് ശ്രമിക്കാൻ വേണ്ടി തോന്നാത്തത്. പിന്നെ നിരന്തരമായിട്ടുള്ള പരാജയങ്ങൾ കാരണം പിന്നെ ശ്രമിക്കാൻ തന്നെ തോന്നാത്ത ഒരവസ്ഥയെ പറയുന്ന പേരാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഇത് ഒരു ലേൺഡ് ബിഹേവിയർ ആണ്. ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ഇമോഷൻ, തിങ്കിങ്, ബിഹേവിയർ എല്ലാം തന്നെ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവർക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആയിരിക്കും ഇവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ഒരു വ്യക്തിയും ഒപ്പം സംസാരിക്കുന്നുണ്ടാവുക പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ, മോട്ടിവേഷൻ ഇല്ലാത്തതുപോലെ, ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്തതുപോലെ ആയിരിക്കും അവരെല്ലാവരോടും സംസാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ എത്ര നല്ല നല്ല അവസരങ്ങൾ വന്നാലും അവർ അതിനു വേണ്ടിയിട്ടൊന്നും ശ്രമിക്കാറില്ല. കാരണം നിരന്തരമായിട്ടുള്ള ഫെയിലിയർ കൊണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുന്നേ എപ്പോഴോ അവരെ മറ്റുള്ളവർ കളിയാക്കിയിട്ടുള്ള ഓർമ്മകൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും ക്രിറ്റിസിസവും ഓവർ പ്രൊട്ടക്ഷനും കൊടുത്ത പാരന്റിങ് കൊണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഉണ്ടാകാം. ഒരിക്കലും ഒരാളെയും നെഗറ്റീവ് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടാവാം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട പോലെ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷെ അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ എന്തോ ഒരു വിഷമത്തിലാണ് എന്നുള്ള കാര്യമാണ്. അവർക്ക് വേണ്ട മാനസിക സഹായം ഉറപ്പുവരുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്.